ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു കല്ലുമ്മക്കായ അച്ചാറുമായിട്ടാണ്. അപ്പോൾ അതിന് ഒരു 1/2 കിലോ കല്ലുമ്മക്കായ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുക. അപ്പോൾ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂണ് ഉലുവയും 2 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി പൊട്ടി വരുമ്പോൾ അത് കോരി മാറ്റി മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചട്ടിയിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ മസാല തേച്ചിട്ടുള്ള ഈ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ബൾബ് വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കടുകെണ്ണയില്ലേ, കടുകെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകും അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് തന്നെ ഈ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അത് ഞാൻ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ കായാണ് ഇട്ട് കൊടുക്കുന്നത്, കഷ്ണം മുറിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കൂ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി വിനീഗറിൽ ഞാൻ ഇവിടെ എൻ്റെ അടുത്തുണ്ടായ മുളക് തന്നെയാണ് കേട്ടോ. അത് ഞാൻ അറുത്ത് വരുമ്പോൾ ഞാനിങ്ങനെ സുർക്കയിലിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.